രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം. അവൻ്റെ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പുറപ്പെട്ടു വന്നു. യെഹോയാക്കീം 3 സംവത്സരം അവൻ ആശ്രിതനായിരുന്നു. അതിൻ്റെ ശേഷം അവൻ തിരിഞ്ഞവനോട് മത്സരിച്ചു. അപ്പോൾ യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവൻ്റെ നേരെ അയച്ചു. പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തെന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിൻ്റെ നേരെ അയച്ചു. മനുഷ്യ ചെയ്ത സകല പാപങ്ങൾ നിമിത്തം യഹൂദയെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവാൻ ഇത് യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു. അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചു. യെരൂശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. യെഹോയാക്കീമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെഹോയാക്കീം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ യെഹോയാക്കീൻ അവന് പകരം രാജാവായി. മിസ്രയീം രാജാവിന് മിസ്രയീം തോട് മുതൽ ഫ്രാത്ത് നദി വരെ ഉണ്ടായിരുന്നതൊക്കെയും ബാബേൽ രാജാവ് പിടിച്ചതുകൊണ്ട് മിസ്രയീം രാജാവ് പിന്നെ തൻ്റെ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്നില്ല. യെഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 18 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 3 മാസം വാണു. അവൻ്റെ അമ്മയ്ക്ക് നെഹുഷ്ട എന്നു പേർ. അവൾ യെരൂശലേമ്യനായ എൽനാഥാൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ ഭൃത്യന്മാർ യെരൂശലേമിൻ്റെ നേരെ വന്ന് നഗരത്തെ നിരോധിച്ചു. ഇങ്ങനെ ഭൃത്യന്മാർ നിരോധിച്ചിരിക്കുമ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസരും നഗരത്തിൻ്റെ നേരെ വന്നു. യഹൂദ രാജാവായ യെഹോയാക്കീനും അവൻ്റെ അമ്മയും അവൻ്റെ ഭൃത്യന്മാരും പ്രഭുക്കന്മാരും ഷണ്ഡന്മാരും ബാബേൽ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ബാബേൽ രാജാവ് തൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവനെ പിടിച്ചു. അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇസ്രായേൽ രാജാവായ ശലോമോൻ യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെയും യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ ഖണ്ഡിച്ചു കളഞ്ഞു. എല്ലാ യെരൂശലേമ്യരും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്തെ എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. യെഹോയാക്കീനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. രാജമാതാവിനെയും രാജഭാര്യമാരെയും അവൻ്റെ ഷണ്ഡന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയി. സകല ബലവാന്മാരുമായ 7,000 പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായ 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവന് പകരം ബാബേൽ രാജാവ് അവൻ്റെ ചിറ്റപ്പനായ മത്ഥന്യാവെ രാജാവാക്കി. അവന് സിദെക്കീയാവെന്ന് പേർ മാറ്റിയിട്ടു. സിദെക്കീയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്നു പേർ. അവൾ ലിബ്നക്കാരനായ യിരെമ്യാവിൻ്റെ മകളായിരുന്നു. യെഹോയാക്കീം ചെയ്തതുപോലൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദയ്ക്കും അങ്ങനെ സംഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദെക്കീയാവും ബാബേൽ രാജാവിനോട് മത്സരിച്ചു.